താഴെയുമായി അണിനിരന്നിട്ടുള്ള ജനാധിപത്യ ചേരിയുടെ മുന്നണി പോരാളികളായ സഹോദരി സഹോദരന്മാരെ, നാട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. സഹോദര സമുദായ അംഗങ്ങൾക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രസ്ഥാനത്തിൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. കാന്തപുരം പ്രദേശം കേരളത്തിൽ ഏറെ പ്രസിദ്ധമായ ഒരു ഗ്രാമമാണ്. വളരെ സന്തോഷമുള്ള ഒരു ചടങ്ങിലാണ് നമ്മൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടുന്നത്. ഞാൻ നേരത്തെ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ നാസർ എസ്റ്റേറ്റ് മുഖം നജീബ് കാന്തപുരവും കാർത്തല മർക്കസിൽ പഠിച്ചവരാണ്. അതെൻ്റെ ജന്മസ്ഥലമാണ്. ഞാൻ എൻ്റെ കൊച്ചുനാളിൽ ഫുട്ബോൾ കളിച്ചിരുന്ന സ്ഥലത്താണ് സമസ്തയുടെ ആ സ്ഥാപനം ഇന്ന് നിലനിൽക്കുന്നത്. ഇവർ രണ്ടുപേരും അവിടെ പഠിതാക്കളായി വരുമ്പോഴൊക്കെ ഞാൻ അവരുമായി ഏറെ ബന്ധം പുലർത്തുകയും കാണുകയും അവരെക്കുറിച്ച് വാചാലമാവുകയും ഒക്കെ ചെയ്തതാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ മലപ്പുറം ജില്ലയിലെ ശ്രദ്ധേയരായ MLA-മാരിൽ ഒരാളാവാൻ പ്രിയപ്പെട്ട നിങ്ങളുടെ നാട്ടുകാരൻ നജീബ് കാന്തപുരത്തിനും സാധിച്ചു. അദ്ദേഹം അവിടെ വരുമ്പോൾ എതിരാളികൾ സൂചിപ്പിച്ചിരുന്നത് അവരുടെ കോട്ടയിലാണ് നജീബ് വരുന്നത്. അങ്ങനെയാണ് ഫറോവയുടെ കൊട്ടാരത്തിലാണല്ലോ മൂസ വളർന്നത്. അങ്ങനെയാണ് നജീബ് കാന്തപുരവും അവിടെ വളർന്നുകൊണ്ടിരിക്കുന്നത്. അതിയായ സന്തോഷമുണ്ട് കാന്തപുരം പ്രദേശത്ത് വരുമ്പോൾ. ബഹുമാന്യനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഒക്കെ നാടായ ഈ പ്രദേശത്ത് ഉണ്ണിക്കുളത്തിൻ്റെ, അതുപോലെ റസാഖ് മാഷൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പ്രിയപ്പെട്ട തങ്ങൾ, ഞാനിത് ആവർത്തിക്കുന്നില്ല. മുസ്ലിം ലീഗിനേറെ വളക്കൂറുള്ള മണ്ണാണിവിടെ. അങ്ങനെ എല്ലാ നിലക്കും പ്രസിദ്ധമായ കാന്തപുരം പ്രദേശത്ത് എത്തിപ്പെടാൻ സാധിച്ചതിൽ അതിയായ സന്തോഷവും കൃതജ്ഞതയും ഖാലിക്കായ റബ്ബിനെ സ്തുതിക്കുകയും ചെയ്യുന്നു. അൽഹംദുലില്ലാ. ഇവിടെ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ജനപ്രതിനിധികൾക്ക് നൽകിയ ഈ സ്വീകരണ മഹാസമ്മേളനം എന്തുകൊണ്ടും ധന്യമാണ്. ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇതുവരെ നമുക്ക് എത്തിപ്പെടാൻ കഴിയാതിരുന്ന പല പ്രദേശങ്ങളും നമ്മുടെ കയ്യിലായിരിക്കുകയാണ്. എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കൈമെയ് മറന്ന് ഒരു കയ്യായി, ഒരു മെയ്യായി, ഒരു രാഗമായി, ഒരു താളമായി പ്രവർത്തിച്ചപ്പോൾ ജനാധിപത്യ ചേരിക്ക് ഉജ്ജ്വലമായ വിജയമാണ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഐക്യത്തിലാണ് ശക്തിയുള്ളത്, അതിലാണ് നന്മയുള്ളതും. അതുകൊണ്ട് തന്നെ ആ നന്മയിലായിരിക്കണം മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് മുസ്ലിം ലീഗിന് നിർബന്ധമുണ്ട്. വ്യത്യസ്ത അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം ഉണ്ടെങ്കിലും അതൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒന്നിക്കുക എന്നുള്ളത് മഹത്തരമാണ്. പ്രിയപ്പെട്ട നജീബ് കാന്തപുരം ഈ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ നിങ്ങൾക്കൊക്കെ വേണ്ടി അദ്ദേഹത്തെ പ്രത്യേകമായി സ്വാഗതം ചെയ്യുകയാണ്. പിണറായിയുടെ കണ്ണിൽ ഞങ്ങൾ രണ്ടാളും ചെറുതാണെങ്കിലും മോശക്കാരല്ല എന്ന് ഞാൻ ആമുഖമായി സൂചിപ്പിക്കാം. ഏതായിരുന്നാലും വളരെ സന്തോഷമുള്ളൊരു ചടങ്ങിലാണ് നമ്മൾ നിലനിൽക്കുന്നത്. നമ്മൾ ഒന്നിച്ചു നിന്നാൽ നമുക്ക് നേടാൻ ഒരുപാടുണ്ട്. അങ്ങനെയാണ് മുസ്ലിം ലീഗ് കാലങ്ങളായി ഈ നാട്ടിൽ പ്രവർത്തിച്ചു പോരുന്നത്. പിറന്ന 1-ാം തീയതി മുതൽ ചിഹ്നം മാറ്റാതെ, ഉന്നം മഴക്കാതെ, ഉന്നം പിഴക്കാതെ, പറയേണ്ടവരോടൊക്കെ പറയേണ്ട കോലത്തിൽ പറയിപ്പിക്കാതെ പറഞ്ഞും, ചോദിക്കേണ്ടവരോടൊക്കെ ചോദിക്കാതെ ചോദിച്ചും മുസ്ലിം ലീഗ് ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഈ ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ ഇന്ത്യൻ യൂണിയൻ പിറവിക്ക് ശേഷം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എല്ലാ ജനകീയ സഭകളിലും ഉണ്ടായിട്ടുണ്ട്. അന്നും നമ്മുടെ ചിഹ്നം ഒന്നാണ്, ഇന്നും അതേ ചിഹ്നമാണ്. നമ്മുടെ നയനിലപാടുകളിൽ വെള്ളം ചേർക്കാതെ ന്യൂനപക്ഷങ്ങളായ ഈ ആളുകളെ ഒന്നിച്ചു നിർത്തി മറ്റു സമുദായാംഗങ്ങൾക്കൊരു ഭീഷണിയില്ലാതെ നമ്മൾ മനോഹരമായി നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു ന്യൂനപക്ഷത്തിന് വേണ്ടി ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമ്പോൾ സംശയിച്ച ആളുകളുണ്ടായിരുന്നു. അവരുടെ വൻകിട രാഷ്ട്രീയ പാർട്ടി നേതാക്കളൊക്കെ പറഞ്ഞിരുന്നത്
ഞങ്ങൾ എല്ലാവർക്കും മതിയായവരാണ്, പിന്നെ എന്തിന് ന്യൂനപക്ഷം പ്രത്യേകമായി സംഘടിക്കണം? അങ്ങനെ ചോദിച്ചിരുന്നവർക്കൊക്കെ ഇപ്പം ന്യൂനപക്ഷ പാർട്ടികൾ ആ പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അകത്ത് ന്യൂനപക്ഷ സെല്ലുണ്ട്. CPIM കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി എല്ലാവർക്കും മതിയായവരാണ്, പിന്നെന്തിന് ന്യൂനപക്ഷങ്ങൾക്ക് ഒരു പ്രത്യേക കൂട്ടായ്മ എന്ന് ശഠിച്ച അവർക്കും ഒരു ന്യൂനപക്ഷ സെല്ലുണ്ട്. പശ്ചിമ ബംഗാളിലെ മുഹമ്മദ് സലീം സഖാവാണ് അതിൻ്റെ അമീർ. നമ്മളറിയണം, BJPക്ക് പോലും ന്യൂനപക്ഷ മോർച്ച മുക്താർ അബ്ബാസ് നഖ്വിയാണ് അതിൻ്റെ ഇമാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ന്യൂനപക്ഷങ്ങൾ പ്രത്യേകമായി സംഘടിച്ചാൽ അത് അപകടത്തിൻ്റെ ഗണത്തിൽപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇവരൊക്കെ ന്യൂനപക്ഷങ്ങൾക്കായി പ്രത്യേകം സംഘടനകൾ ഉണ്ടാക്കി. അവരുടെ പാർട്ടി തന്നെ മതിയായവരാണെങ്കിൽ പിന്നെ അതിനകത്ത് എന്തിനാണ് ഒരു ന്യൂനപക്ഷ സെൽ? ഈ പ്രസവ വാർഡ് എന്ന് എഴുതിയിട്ട് പിന്നെ ബ്രാക്കറ്റിൽ സ്ത്രീകൾക്ക് മാത്രം എന്ന് എഴുതുന്നതിൻ്റെ കൗതുകം എന്താണ്? അതിൽ നിന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് എന്താണ്? ആദിവാസി ഗോത്ര മഹാസഭ ആദിവാസികളുടെ ഉന്നമനത്തിനാണ്. ജാർഖണ്ഡ് മുക്തി മോർച്ച ജാർഖണ്ഡുകാരുടെ മുക്തിയാണ് അവരുടെ മുറാദ്. ദ്രാവിഡ മുന്നേറ്റ കഴകം ദ്രാവിഡന്മാരുടെ മുന്നോക്കമാണ് അവരുടെ ലക്ഷ്യം. ഓരോരുത്തരും അവനവന്റെ സമുദായത്തെ ഉയർത്തെഴുന്നേൽപ്പിച്ചാൽ ഈ നാട്ടിൽ ഒരു പ്രശ്നമില്ല. അങ്ങനെയാണ് NSS ഉണ്ടായത്, നായർ സർവീസ് സൊസൈറ്റി. അങ്ങനെയാണ് SNDP ഉണ്ടായത്, ശ്രീ നാരായണ ധർമ്മ പരിപാലന സംഘം. ശ്രീ നാരായണീയർ ഒന്നിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ആദിവാസി ഗോത്ര മഹാസഭ, ആസാം ഗണസാംഗ്രാം പരിഷത്ത്. അങ്ങനെ ഓരോ നാടുകളിലും ഓരോരുത്തരുടെ കാര്യം പറയുന്ന കൂട്ടത്തിൽ മുസ്ലിം ലീഗും ഈ രാജ്യത്തിലെ ന്യൂനപക്ഷത്തിൻ്റെ കാര്യം പറഞ്ഞ് മുന്നോട്ട് നീങ്ങുന്നതിൽ എന്താണ് തെറ്റ്? ആ പറഞ്ഞതൊന്നും തെറ്റല്ലെങ്കിൽ ഇതും തെറ്റല്ല. നമ്മുടെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നാണ്. ഇപ്പൊ ചില ആളുകൾ പറയുന്നു, പേര് കണ്ടാൽ അറിയാം ഇവരേതാ കോലം. നിങ്ങൾ അറിയണം, മുസ്ലിം സമുദായത്തിൽ മുഴുവൻ ആളുകളുടെയും പിന്തുണ കണ്ടല്ല നമ്മൾ ഈ രാജ്യത്ത് കൂടുതലായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. ധാരാളം ആളുകൾ മുസ്ലിം ലീഗിനെതിരുണ്ട്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഈ പച്ച പതാകയോടുള്ള എതിർപ്പ് കൊണ്ട് പച്ച ഇല കറിവെച്ചത് വരെ കൂട്ടാത്തവർ സമുദായത്തിനകത്തുണ്ട്. അപ്പോഴാണ് ഈ മുസ്ലിം ലീഗിനെ തലയിൽ വെച്ചാൽ പേനരിക്കും, നിലത്ത് വെച്ചാൽ ഉറുമ്പരിക്കുമെന്ന മട്ടിൽ നമ്മുടെ നേതാക്കളെ വാനോളം ഉയർത്തി, ഈ കൊടി ആകാശത്തോളം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ ഈ രാജ്യത്ത് പ്രയാണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതേ പേരിൽ, ഇതേ ചിഹ്നത്തിൽ നമ്മൾ മത്സരിച്ചപ്പോൾ നമ്മെ വേറെ കണ്ണുകൊണ്ട് കണ്ടില്ല. നമ്മൾ പെരുമാറ്റം നന്നാക്കി. പെരുമാറ്റമല്ല, പെരുമാറ്റം. ഗുരുവായൂരിൽ PKK ബാവ മത്സരിക്കുമ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഭണ്ഡാരം തുറന്നപ്പോൾ സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ കോണിച്ചിഹ്നം, ദൈവമേ ലീഗ് പരാജയപ്പെടരുത് എന്ന് പറഞ്ഞൊരു സഹോദര സമുദായ അംഗം നേർച്ച നേർന്നതായിരുന്നു. ഇന്നൊരാൾ പറയുന്നു, കണ്ടില്ലേ കാസർകോട്ടെ ജയിച്ച ആളുകൾ, മലപ്പുറത്ത് ജയിച്ച ആളുകൾ, അവരെ പേരൊന്ന് നോക്കണം. ആരെ കുറിച്ചായി പറയുന്നത്? മലപ്പുറത്തെ ഇന്ന് സ്മിജി ഇവിടെ പ്രസംഗിക്കേണ്ടയാളാണ്. കിലയുടെ പരിപാടി നടക്കുന്നതുകൊണ്ട് അങ്ങോട്ട് പോയതാണ്. അങ്ങനെയല്ലേ? അതെ. AP ഉണ്ണികൃഷ്ണൻ എന്ന ഞങ്ങളുടെ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്ന നമ്മുടെ പ്രാസംഗികൻ, അദ്ദേഹത്തിന്റെ പുത്രിയെ പാണക്കാട് സ്വാദിഖലി ശിഹാബ് തങ്ങൾ 2 വട്ടം ആലോചിക്കാതെയാണ് ഒരു ജനറൽ പോസ്റ്റിൽ, SC സംവരണമല്ല, അവിടെ അവരെ നിയോഗിക്കുന്നത്. മലപ്പുറത്തെ കുറിച്ച് ചില വില്ലാളി വീരന്മാർ പറയുന്നത് മലപ്പുറം ശ്വാസം മുട്ടുന്നു, മലപ്പുറം ഒരു പ്രത്യേക രാഷ്ട്രമാണ്, ഒരു സെപ്പറേറ്റ് നേഷൻ. കുറച്ചുകൂടി കടന്നു പറഞ്ഞു, ഈ മലപ്പുറത്ത് ആളുകളൊക്കെ ഒരു പ്രത്യേക കൊലാണ്, ഒരു ചേലാണ്. ഈ ഇങ്ങനെയൊക്കെ ആവാൻ കാരണം കേരളത്തിലെ ഭരണത്തെ പലരും സ്വാധീനിക്കുകയാണ്. ബഹുമാനായ കാന്തപുര ഉസ്താദിനെ പറ്റി വരെ പറഞ്ഞു, കാന്തപുര പറയുന്നതിനനുസരിച്ചാണ് കേരള ഭരണം മുന്നോട്ട് പോകുന്നത് എന്ന് വരെ പറഞ്ഞു. ഇവരൊക്കെ ഈ നാടിനെ എങ്ങോട്ടാ കൊണ്ടുചെന്ന് എത്തിക്കുന്നത്? ഈ നാട്ടിൽ പല ആളുകളും മത്സരിച്ചിട്ടുണ്ട്. ഒക്കെ ജാതി നോക്കിയാണോ, മതം നോക്കിയാണോ? മഞ്ഞളാംകുഴി അലി മന്ത്രിയായപ്പോൾ ചിലർ പറഞ്ഞു മുസ്ലിം മന്ത്രി. ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഭക്ഷ്യമന്ത്രി എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്.
മുസ്ലിം മന്ത്രി ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അങ്ങനെ ഉണ്ടോ? KR നാരായണൻ ഒരിക്കലും ഹിന്ദു രാഷ്ട്രപതിയല്ല, ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. APJ അബ്ദുൽ കലാം ഒരിക്കലും മുസ്ലിം രാഷ്ട്രപതിയല്ല, ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. ഗ്യാനി സെയിദ് സിംഗ് ഒരിക്കലും സിഖ് രാഷ്ട്രപതിയല്ല, ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. ജാതി നോക്കി മതം നോക്കി ആളുകളുടെ തരം തീരുമാനിക്കുന്നു പല ആളുകളും. കാസർകോട്ട് നിന്ന് മാത്രം എടുക്കാം. കാസർഗോഡും മലപ്പുറമാണല്ലോ തുലനം ചെയ്തത്. എന്താ കാസർകോട്ടെ സ്ഥിതി? രണ്ടുദാഹരണം പറയുന്നതിൽ നമുക്ക് അഭിമാന. അവിടുത്തെ MP ആരാ? രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു സദസ്സിൽ ഇരിക്കുമ്പോൾ നമ്മൾ കാണുകയാണ്. ഇപ്പം ഇന്നലെ സമസ്തയുടെ സമ്മേളനത്തിൽ അദ്ദേഹത്തെ നമ്മൾ കാണുന്നു. അദ്ദേഹം ചാനൽ ചർച്ചയിൽ നമ്മൾ കാണുന്നു. കോൺഗ്രസ്സുകാരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പൊട്ടിടുന്ന ഒരു ഹൈന്ദവനാണ് പ്രിയപ്പെട്ട രാജ്മോഹൻ ഉണ്ണിത്താൻ. ആ ഉണ്ണിത്താനെ ലീഗിൻ്റെ കോട്ടക്കൊത്തളങ്ങളിൽ ജയിപ്പിക്കുന്നതിൽ അവിടുത്തെ സമുദായത്തിന് യാതൊരു വെറുപ്പും അറുപ്പും ഇല്ലാതെ ചേർത്തി പിടിക്കുകയാണ്, മുഹിബായി കരുതുകയാണ്. ഉണ്ണിത്താൻ ഒരു കല്യാണത്തിന് വരുമ്പോൾ ഉണ്ണിച്ചയെ പറ്റിയുള്ള പാട്ടാ പാടുന്നത്. അതാ കാസർകോട്ടെ മുസ്ലിങ്ങൾ. MP ആയി പോകുന്ന ഉണ്ണിത്താനെ പൊട്ടുണ്ടായിട്ടും കൈപ്പത്തിക്ക് വോട്ട് ചെയ്യുന്ന മുസ്ലിങ്ങളുള്ള കാസർഗോഡിനെ കുറിച്ച് ഇങ്ങനെ പറയാവോ? ഇനി മറ്റൊന്ന്, 2 MLA ലീഗിന്. ഇപ്പൊ AKM അഷ്റഫ് എന്നെ നെല്ലിക്കുന്ന്, പിന്നെയോ അതിനു മുമ്പ് എന്നെ നെല്ലിക്കുന്ന്, അതുപോലെ പ്രിയപ്പെട്ട റദ്ദുച്ച അബ്ദുറസാഖ് എന്ന റദ്ദുച്ച, അതിനു മുമ്പ് CT അഹമ്മദ് അലി, ചെർക്കളം അബ്ദുള്ള ഒക്കെ ലീഗുകാരാ, ലീഗിന്റെ MLA. ആ 2 മണ്ഡലത്തിന്റെ ശൈലി എന്താ അറിയോ? 65% ഹൈന്ദവരാ, 35% മുസ്ലിങ്ങളുള്ളൂ. ആ 35-ൽ തന്നെ INL പോണം, PDP പോണം, സുഡാപ്പി പോണം, അതെല്ലാം കഴിച്ച് ആറ്റിക്കുറുക്കി കുറിച്ച് ഹരിപ്പയെടുത്ത് അരിച്ചാൽ ഒരു പോങ്ങ കിട്ടൂല. അവിടെയാണ് 10,000 വോട്ടിന്റെ ലീഡിന് പാണക്കാട്ടത്തങ്ങൾ കനിഞ്ഞരളിയ കോണിയിൽ അവിടുത്തെ ഹൈന്ദവർ ആരെ തോൽപ്പിച്ച്? അതാ രസം. BJPയെ, അരിവാളിനല്ല, BJPയെ തോൽപ്പിച്ച് കോണിക്ക് വോട്ട് ചെയ്യുന്ന ഹൈന്ദവരുടെ നാടുള്ള ആ കാസർഗോഡിനെ നോക്കി ഇങ്ങനെ പറയുന്ന ഇയാൾക്ക് പടച്ചോ നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവരെവിടെയാണ് ഈ കേരളത്തെ കാണുന്നത്? AK ആന്റണി തിരൂരങ്ങാടിയിൽ മത്സരിച്ചു. 0.5% പോലും ക്രിസ്ത്യാനി ഇല്ല. 0.5% പോലും ക്രിസ്ത്യാനി ഇല്ലാത്ത തിരൂരങ്ങാടിയിൽ AK ആന്റണിയെ മത്സരിപ്പിച്ചു നമ്മൾ. TK ഹംസാക്ക എന്ന് പറഞ്ഞത് എന്താ? ആലി മുസ്ലിയാരുടെ മണ്ണിൽ ആന്റണിയോ? എന്താ മലയാളം? മാപ്പിളാരുള്ളടുത്ത് അച്ചായനോ എന്നാ ചോദ്യം. നമ്മൾ അതിന്റെ കൂടെ നിന്നില്ല. ചിലര് പറഞ്ഞു കാത്തു സൂക്ഷിച്ച ലീഗിന്റെ മണ്ഡലം കാക്ക കൊത്തി പോകും. ദേശാഭിമാനി അബ്ദുൽ നാസർ മഅദനി മമ്പുറം ടൗണിൽ പ്രസംഗിച്ചു. ചെമ്മാട്ടങ്ങാടിയിൽ പള്ളി പൊളിച്ച കൈപ്പത്തിയാണ് മക്കളെ. നോക്കണം, ഈ 3 ഫിത്തനക്ക് പുറമെയാണ്. അന്ന് ചാനലുകാരെ പ്രസവിച്ച കാലല്ല, അന്ന് പത്രക്കാരേ ഉള്ളൂ. ഒരു പത്രക്കാരൻ മാതൃഭൂമിയുടെ റിപ്പോർട്ടർ കുടുംബയോഗത്തിൽ വല്യമ്മമാരെ നമ്മൾ ഇരുത്തി പരിശീലിപ്പിക്കുകയാണ്. വല്യമ്മ ഇതുവരെ ഔക്കാദർ കുട്ടിനഹ അബ്ദുറബ് ഇങ്ങനെയുള്ളവർക്ക് വോട്ട് ചെയ്തോരാങ്ങള്. ചിഹ്നം കോണി, ഏണി, ഏണി, കോണി. ഇപ്പൊ അത് മാറി. ഇപ്പൊ ആന്റണിയാണ് സ്ഥാനാർത്ഥി. ചിഹ്നം കൈപ്പത്തിയാണ്. അബ്ദുൽ നാസർ മഅദനി കൈപ്പത്തിയെ പരിചയപ്പെടുത്തുന്നത് ഇതാ കണ്ടോ മക്കളെ, പള്ളി പൊളിച്ച കൈപ്പത്തിയാണ്. ദേശാഭിമാനി പറയുന്നത് കാത്തു സൂക്ഷിച്ച ലീഗിന്റെ മണ്ഡലം കാക്ക കൊത്തി പോകും. ഈ TK ഹംസാക്ക പറയുന്നത് എന്താ? ആലി മുസ്ലിയാരുടെ മണ്ണിൽ ആന്റണിയോ? ഇയാളെ കണ്ടുപിടിക്കണം. എന്നെ കരീം എന്ന മുസ്ലിം സ്ഥാനാർത്ഥി എന്ന ഓമന പേര്. അവിടെയാണ് കുടുംബയോഗത്തിൽ നമുക്ക് വല്യമ്മമാർക്ക് നമ്മൾ കൈപ്പത്തി പരിചയപ്പെടുത്തുന്നത്. കോണിക്ക് മാത്രം വോട്ട് ചെയ്ത് ശീലിച്ച ഈ വല്യമ്മമാര് കുടുംബയോഗം കഴിഞ്ഞ് വരുമ്പോ മാതൃഭൂമി ലേഖകൻ റിപ്പോർട്ടർ വന്ന് ചോദിക്കുക, ഹലോ വല്യമ്മ, ഇത്രയും കാലം ഈ ഏണിക്ക് കോണിക്ക് മാത്രം വോട്ട് ചെയ്ത് ശീലിച്ച നിങ്ങൾ എങ്ങനെയാ കൈപ്പത്തിക്ക് ചെയ്യാ? എന്താ മോനെ, ഇത്രയും കാലം ഈ ഏണിക്ക് കോണിക്ക് മാത്രം വോട്ട് ചെയ്ത് ശീലിച്ച നിങ്ങൾ എങ്ങനെയാ കൈപ്പത്തിക്ക് ചെയ്യാ? ആ വല്യമ്മ നിലത്ത് കിടക്കുന്ന ഒരു കൊള്ളിക്കഷ്ണം എടുത്തിട്ട് പറഞ്ഞിട്ടാ, മോനെ ഇതാണ് ചിഹ്നം എന്ന് പാണക്കാട്ട കുട്ടിയോള് പറഞ്ഞാൽ വോട്ട് തിമണ്ടാവും. ചിലക്കഥ പോടാൻ അറിയോ? ആ വല്യമ്മാന്റെ രാഷ്ട്രീയ പ്രബുദ്ധതയാണ് മുസ്ലിം ലീഗുകാരെ
നമ്മ നയിച്ചുകൊണ്ടിരിക്കുന്നത്. MBBS പാസ്സായ വല്യുമ്മയല്ല, ഡോക്ടറേറ്റ് വാങ്ങിയ വല്യുമ്മയല്ല. പക്ഷെ എങ്ങനെ പിടിച്ചു നോക്കി നാടിമുടിപ്പ് പറയാൻ കഴിയും. അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചാളിയും പറയേണ്ടവരോടൊക്കെ പറഞ്ഞാളി എന്ന് പറയാനുള്ള അസാമാന്യമായ തിരിച്ചറിവുള്ള വല്യുമ്മ. ആ വല്യുമ്മാന്റെ കൽബിൽ നിന്ന് വന്ന ഒരു വാചകമായിരുന്നു ഇയാളോട് ഇതാണ് ചിഹ്നം എന്ന് പാണക്കാട്ടെ കുട്ടികൾ പറഞ്ഞ വോട്ട് ദിമ്പുണ്ടാവും. എന്താ ഉണ്ടായത്? അതുവരെ കോണിയിൽ വോട്ട് ചെയ്ത വല്യമ്മമാർ വോട്ട് ചെയ്തപ്പോ ഔക്കാദർ കുട്ടിനഹക്കും അബ്ദുറബിനും തിരുവരങ്ങാടിയുടെ ചരിത്രത്തിൽ മുമ്പില്ലാത്ത ലീഡ് കൈപ്പത്തിക്ക് നൽകി. ശ്രീമാൻ AK ആന്റണിയെ പട്ടും വളയും നൽകി പച്ച പരവതാനി വിരിച്ച് അധികാര ഗോപുര നടയിലേക്ക് ആനപ്പുറത്ത് ഇരുത്തി കൊണ്ടുപോയ പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പേര്. ആ ലീഗിനെ കുറിച്ചാണ് ഇവിടെ പോയത്തക്കാരായ ചിലര് ഇവർ മതം നോക്കുന്നവരാണ്, ജാതി നോക്കുന്നവരാണ്. നമ്മൾ അങ്ങനെ ശീലിച്ചവരല്ല, അതൊക്കെ അപ്പുറത്തുള്ളവരാണ്. നിങ്ങൾ അറിയണം, ബനാത്ത് വാല പൊന്നാനിയിൽ മത്സരിക്കുമ്പോൾ അഡ്വക്കേറ്റ് കൊളാടി ഗോവിന്ദൻകുട്ടി മേനോൻ CPI സ്ഥാനാർത്ഥി, LDF, ഇന്നും മായാത്ത ചില ചുമരെഴുത്തുണ്ട്. ഹിന്ദു വോട്ട് ഹിന്ദുവിന്. കണ്ടോ? ഹിന്ദു വോട്ട് ഹിന്ദുവിന് എന്ന അപകടകരമായ മുദ്രാവാക്യം വിളിച്ചു വന്ന ആ അഡ്വക്കേറ്റ് കൊളാടി ഗോവിന്ദൻകുട്ടി മേനോനെ വീട്ടിലേക്കും ഗുലാം മഹമൂദ് ബനാത്ത് വാലയെ പാർലമെന്റിലേക്കും പറഞ്ഞയച്ച പൊന്നാനിക്കാരായ ഹൈന്ദവർ ഇന്നും ലീഗിന് ലീഡ് ചെയ്യാത്ത പൊന്നാനിയിലെ ഗവൺമെന്റ് ആശുപത്രി വാർഡുണ്ട്. പക്ഷെ ബനാത്ത് വാല നിന്നപ്പോഴൊക്കെ ലീഡാണ്. ആ പൊന്നാനിയിൽ തന്നെ ഇമ്പിച്ച് ബാവയെ തോൽപ്പിച്ച് MP ഗംഗാധരനെ ജയിപ്പിച്ചോരാ നമ്മള്. ആ പൊന്നാനിയിൽ തന്നെ TK ഹംസയെ തോൽപ്പിച്ച് PT മോഹനകൃഷ്ണനെ ജയിപ്പിച്ചോരാ നമ്മള്. നമ്മൾ അങ്ങനെ ജാതി നോക്കുന്നവരല്ല, നമ്മൾ അങ്ങനെ മതം നോക്കി പറയുന്നവരല്ല. ഇപ്പൊ ചില ആളുകൾ പറയാണ്, ഇല്ല അങ്ങനെ പറയാൻ പാടില്ല, കേരളത്തിനൊരു മഹിതമായ പൈതൃകണ്ട്. അവരൊക്കെ നിർത്തി ജയിപ്പിക്കുമ്പോ SK പൊറ്റക്കാടിനെ നമ്മൾ മത്സരിപ്പിക്കുകയാണ്. അന്ന് കേരളത്തിലെ പ്രസിദ്ധനായ ഒരു നേതാവ് പറഞ്ഞു, വടകരയിലാക്കാ മത്സരിക്കാൻ പോകേണ്ടത്. നിങ്ങൾ പോകുമ്പോ ബാഫഗിത്തങ്ങളൊന്ന് കണ്ടോളുണ്ട്, CHനെ ഒന്ന് കണ്ടാ തിരക്കിടില്ല. അയാൾ വന്നു കണ്ടു. അറിയണം, അറബിക്കഥയിലെ രാജകുമാരനെ പോലെ കേരളത്തിന്റെ രാഷ്ട്രീയ അരങ്ങ് അടക്കി വാഴുന്ന എന്റെ പൊന്നു CH, എന്റെ കരളിന്റെ കഷ്ടമായ CH. അറിയണം, നീണ്ട തലകെട്ടും നീളം കുപ്പായവുമായി ഒരു സുൽത്താനായി വിരാജിച്ച് ഇന്ന് പരിശുദ്ധമായ ജന്നത്തുൽ മുഹല്ലായിൽ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹായുടെ ഖബറിന്റെ ചാരെ അന്ത്യവിശ്രമം കൊള്ളുന്ന എന്റെ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹിമാൻ ബാഫഖി തങ്ങൾ, അല്ലാഹു ദറജ വർദ്ധിപ്പിക്കട്ടെ, ആ പൊന്നു തങ്ങളോട് വടകരയിലേക്ക് മത്സരിക്കാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോ ബേജാറുണ്ട് തങ്ങളെ എന്നാരോ സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞു, ഒന്നാ സുരക്ഷിതമായി തലശ്ശേരിയിൽ മത്സരിക്കാം. ഇതിനേക്കാൾ മുസ്ലിങ്ങളപ്പുറത്ത്. സ്ഥാനാർത്ഥിയുടെ പേര് SK പൊറ്റക്കാട്. 62,000 വോട്ടിനാണ് അദ്ദേഹത്തെ നമ്മൾ ജയിപ്പിക്കുന്നത്. ആ 62,000 വോട്ടിന് അദ്ദേഹം ജയിച്ചപ്പോ ആദ്യം പറഞ്ഞ ആളെടുത്ത് പോയിട്ട് പറഞ്ഞു, ഞാൻ ജയിച്ച്, ഇത്ര ലീഡ് ഉണ്ട്, എന്നോടല്ല പറയേണ്ടത്, പോയി പറയും ബാഫഖി തങ്ങളോടും CHനോടും. അവിടെ പോയി പറഞ്ഞു. എന്നിട്ട് SK പൊറ്റക്കാട് ചോദിച്ചു, അത്രേ തങ്ങളമ്പുരാൻ, ഇതിന് പകരം ഞാൻ എന്താ തരേണ്ടത്? CH ഒന്ന് ചിരിച്ചു. അപ്പൊ SK പൊറ്റക്കാടിന്റെ ചെവിയിൽ മഹാനായ CH സ്വകാര്യം പറഞ്ഞപ്പോ ബാഫഖി തങ്ങൾ പറഞ്ഞു, അത്രേ 3 ആളുള്ളോടത്ത് 2 ആള് സ്വകാര്യം പറയുന്നത് ശരിയല്ല. എന്തായിരിക്കാം പറഞ്ഞത്? 62,000 വോട്ടിന് SK പൊറ്റക്കാടിനെ ജയിപ്പിച്ചപ്പോ എന്താണ് CH സ്വകാര്യം പറഞ്ഞത് എന്ന് പലർക്കും സംശയം ഉണ്ടാവും. 62 കോടിയല്ല, 62 ലക്ഷം നോട്ടല്ല. എന്താ പറഞ്ഞതെന്ന് പിന്നീട് നമുക്ക് മനസ്സിലായി. എന്താ മഹാനായ CH പറഞ്ഞത്? SK പൊറ്റക്കാടിനോട് നിങ്ങളുടെ വകയായി ചന്ദ്രിക ആഴ്ചപ്പതിപ്പിലേക്ക് ഒരു നോവല് തരണം എന്നാ ചോദിച്ചത്. ലീഗ് അത്രേ ചോദിച്ചുള്ളൂ. അങ്ങനെ കിട്ടിയ നോവലിന്റെ പേരാണ് നോർത്ത് അവന്യൂ എന്ന പേര്. നിങ്ങൾ പഠിക്കണം. മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി SK പൊറ്റക്കാടിൽ എന്ന് ആഗ്രഹിച്ചത് വലിയ സംഭവമാണ്. അതൊരു നോവലാണ്. പിന്നെ ചന്ദ്രിക ആഴ്ചപ്പതിപ്പും വളർന്നു, SK പൊറ്റക്കാടും വളർന്നു.
ലീഗ് ആരെയൊക്കെയാണ് പൊന്നു മക്കളെ സ്നേഹിച്ചത്, താലോലിച്ചത്? ആ ലീഗിനാണ് ഇപ്പോ ഈ തലക്കടിക്കുന്നവരൊക്കെ ലീഗിന്റെ തലോടലേറ്റവരാണ് എന്നുള്ളതാണ് സത്യം. ദേശാഭിമാനി ഒരു കാലത്ത് നിരോധിച്ചപ്പോ അത് രണ്ടാമത് പുനഃപ്രസിദ്ധീകരിക്കുന്നു എന്നുള്ള വാർത്ത പരസ്യം ഏറെ നൽകിയ പത്രമാണ് നമ്മുടെ ചന്ദ്രിക. ഒരിക്കൽ ചന്ദ്രികയുടെ പത്രാധിപരായിരിക്കുമ്പോൾ CHന്റെ അടുക്കലേക്ക് ദേശാഭിമാനിയുടെ പത്രാധിപരായിരുന്ന ഇന്ദുചൂടൻ ഒരു കത്ത് കൊടുത്തയക്കും. ആ കത്തിൽ ഇങ്ങനെയാ എഴുതിയിരിക്കുന്നത്: പ്രിയപ്പെട്ട CH, ഞങ്ങളുടെ ദേശാഭിമാനിയുടെ ഓഫീസിൽ സാ തീർന്നിരിക്കുന്നു, കുറച്ചു സാ കൊടുത്തയക്കുക. സഖാവ് കൃഷ്ണപിള്ള, സഖാവ് നായനാർ, സഖാവ് EMS എഴുതി സാ എന്ന ഹെർഫ് കഴിഞ്ഞുപോയി. അതിന് കുറച്ച് സാ കൊടുത്തയക്കുക. CH അല്ലേ മുതലേ ഉരുളക്കുപ്പേരി നൽകി ശീലിച്ചു പോന്ന എൻ്റെ കരളിൻ്റെ കഷ്ണമായ പൊന്നു CH സാ എന്ന അക്ഷരം പെറുക്കി ഒരു കടലാസിലൊരു പൊതിയാക്കി കൊടുക്കുകയും മറ്റൊരു കുറിപ്പായി ഒരു കത്ത്. ആ കത്ത് ആർക്കാണ്? ദേശാഭിമാനിയുടെ ഓഫീസിലേക്ക്. അന്ന് ഇന്ദുചൂടനായിരുന്നു ദേശാഭിമാനിയുടെ പത്രാധിപർ. എന്താ കത്തിൽ? പ്രിയപ്പെട്ട ഇന്ദുചൂടൻ, ദേശാഭിമാനി പത്രാധിപർ, ക്ഷേമമെന്ന് കരുതുന്നു, അതിനായി പ്രാർത്ഥിക്കുന്നു. അങ്ങ് പറഞ്ഞതനുസരിച്ച് ഞങ്ങളിതാ ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് കുറച്ച് സാ കൊടുത്തയക്കുന്നു. ഇതിന് പകരമായി ചന്ദ്രികയുടെ ഓഫീസിലേക്ക് കുറച്ച് ജഹ കൊടുത്തയക്കുക. ജനാബ് ബാഫക്കി തങ്ങൾ, ജനാബ് പൂക്കോയ തങ്ങൾ എന്ന് എഴുതി ഇവിടെ കുറച്ച് ജീമിന്റെ കുറവുണ്ടായിരുന്നു. അത് ഇങ്ങോട്ടും വാങ്ങിയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. നമ്മൾ മറ്റുള്ളവരെ പോലെ എങ്ങനെയെങ്കിലും 51 വെട്ടും രാഷ്ട്രീയ എതിരാളികളെ ഏതെങ്കിലും കോലത്തിൽ വർത്താനം പറഞ്ഞ് നിലംപരിശാക്കുന്ന ആ ശത്രു സംഹാര രാഷ്ട്രീയം നമ്മുടെ അജണ്ടയിലില്ല. നമ്മളെല്ലാവരെയും മാനിച്ചവരാണ്, എല്ലാവരെയും സ്നേഹിച്ചവരാണ്. ലീഗിന്റെ ചരിത്രം അതാണ്. ആ ലീഗ് അധികാരത്തിൽ വന്നാൽ ഇവിടെ മാറാടാവർത്തിക്കും, ഇവിടെ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ഭരണം കൈയാളുക എന്നൊക്കെ പറയുന്നത് മിതമായി പറഞ്ഞാൽ ആളുകളെ വെഡ്ഡികളാക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ആരാ ഭരണത്തിൽ? CPM. ആരാണ് ശബരിമലയിൽ 3 സഹോദരിമാരെ ആചാരം ലംഘിച്ചു കൊണ്ടുപോയത്? ആരാണ് അവരെ നിയന്ത്രിച്ചത്? വത്സൻ തില്ലങ്കേരി. അയാൾ ആരാണ്? RSS. ആരാ കേരളം ഭരിക്കുന്നത്? CPM. ആരാ ആഭ്യന്തരം കൈയാളിയത്? RSS ആണെന്ന് പറയാം. ലോക്നാഥ് ബെഹ്റ ഗുജറാത്തിലെ ഗർഭസ്ഥ ശിശുവിൻ്റെ ഗർഭിണിയായ പെണ്ണിന്റെ വയറ് കുത്തിക്കീറി ആ ഗർഭത്തിൽ നിന്ന് തൃശൂലത്തിൽ കൊച്ചു പൈതലിനെ കുത്തിയെടുത്ത് വിളക്കത്ത് കാട്ടി കരിച്ച് ജയ് ശ്രീരാം വിളിക്കാൻ ആ കലാപത്തിന് നായകത്വം വഹിച്ചവരെ സഹായിച്ച ലോക്നാഥ് ബെഹ്റ ഇന്ന് എവിടെയെന്നറിയോ? കേരളത്തിന്റെ പോലീസിന്റെ തലപ്പത്താണ്. ആർക്കാ ആഭ്യന്തരം? പിണറായിക്ക്. ആരാ തലപ്പത്ത്? ലോക്നാഥ് ബെഹ്റ. മൂപ്പരാരാ? അമിത്ഷായെയും മോഡിയെയും പാർലമെന്റിലേക്ക് മത്സരിക്കാൻ ക്ലീൻ ചീട്ട് കൊടുത്ത ഉദ്യോഗസ്ഥൻ. അപ്പൊ CPM അധികാരത്തിൽ വന്നപ്പോ ആരാണിത് കൈകാര്യം ചെയ്യുന്നത്? RSS. ലോക്നാഥ് ബെഹ്റ. അറിയോ? ഇനിയോ പഠിക്കണം. പിണറായിക്ക് 9 ഉപദേശകരുണ്ട്. ആ 9-ൽ ഒരാൾ ആഭ്യന്തര വകുപ്പിലെ ഉപദേശകനാണ്. അയാളാരാ? രമൺ ശ്രീവാസ്തവ. അയാളാരാ? ബാബരി മസ്ജിദ് പൊളിഞ്ഞ സ്ഥലത്തേക്ക് ക്ഷേത്രം നിർമ്മിക്കാൻ LK അദ്വാനി രഥയാത്ര അവിടെ നടത്തുമ്പോൾ ഇവിടെ ഒരു ഉപരഥയാത്ര രാമൻപിള്ളയുടെ നേതൃത്വത്തിൽ കാസർകോട്ട് നിന്ന് തിരുവനന്തപുരത്തേക്ക്, അത് പാലക്കാട് എത്തിയപ്പോൾ നിരോധനാജ്ഞ കണ്ടാലുടൻ വെടിവെക്കാൻ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൊന്നുമോൾ. ചോദിക്കുന്നു പോലീസുകാരൻ, ആരെങ്കിലും ഉണ്ടോ പുറത്ത്? കണ്ടാലുടൻ വെടിവെക്കാനാ? ആരുമില്ല. ഒന്നുകൂടി നോക്കൂ, മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മോളല്ലാതെ വേറെ ആരുമില്ല. വെക്കാൻ പറഞ്ഞു വെടി, വെക്കാൻ പറഞ്ഞു വെടി. ആ കുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന പൊന്നു മോളെ അമ്മാവൻ ജനല് തുറന്നിട്ട് ഇങ്ങനെ കാണുകയാണ്. ഒരു നിമിഷം കണ്ണു വിഴിച്ച് നോക്കുമ്പോൾ കുട്ടി കമിഴ്ന്ന് എടുക്കുകയാണ്. ആശുപത്രിയിൽ എത്തിച്ചു. വാഹനം വിളിച്ചാൽ വരാത്ത ദിവസം ഹർത്താലാ, നിരോധനാജ്ഞയെ കണ്ടാലുടൻ വെടി. അയൽവാസിയായ ഒരു സുഹൃത്തിന്റെ സഹായത്തോടെ ആശുപത്രിയിൽ എത്തി. ആശുപത്രിക്കാർ, നിങ്ങളാരാ? ഞാൻ അമ്മാവൻ, ഒന്ന് പുറത്ത് നിൽക്കണം. തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, കുട്ടി മരണപ്പെട്ടു. പുസ്തകത്താളുകളിൽ മയിൽപ്പീലി വെച്ച് കിനാവ് കാണുന്ന കൊച്ചുകുട്ടി, കുരുതിക്കളം എന്തെന്നറിയാത്ത ആ കുരുന്നുമോൾ മരണപ്പെട്ടപ്പോ അമ്മാവൻ പൊട്ടിക്കരഞ്ഞു.
ഈ കുട്ടിയുടെ മയ്യത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ അതിൽ നിന്നൊരു തിര കിട്ടി. ഈ തിരക്കൊരു പ്രത്യേകത ഉണ്ട്. ഏത് തോക്കുന്ന വന്നതെന്ന് പിടുത്തം കിട്ടും. അത് വെച്ച പോലീസുകാരൻ്റെ തോക്ക് ആരെ കയ്യിലാണോ അവനെ പിടിച്ചു. നിയമം ചോദിച്ചു, ആരടാ വെടിവെക്കാൻ പറഞ്ഞു. മേലുദ്യോഗസ്ഥൻ എന്താ പറഞ്ഞത്? ഐ വാണ്ട് ഡെഡ് ബോഡീസ്, മുസ്ലിം ബസ്റ്റാർഡ്സ്. തമ്മാടിയായ ഒരു മുസ്ലിമിന്റെ മയ്യത്ത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് വയർലെസ്സിൽ പറഞ്ഞ ഉദ്യോഗസ്ഥന്റെ പേരാണ് രമൺ ശ്രീവാസ്തവ. ഇന്ന് അയാൾ എവിടെയാണ്? ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ സഖാവ് പിണറായി വിജയന് ആഭ്യന്തര വകുപ്പിൽ വല്ല ഇൽമിന്റെ കുറവും വന്നാൽ ഉപദേശം നൽകാനുള്ള ഉസ്താദുൽ അസാത്തീദിന്റെ പേരാണ് മക്കളെ രമൺ ശ്രീവാസ്തവ. അപ്പൊ ആർക്കാ ആഭ്യന്തരം? പിണറായിക്ക്. ആരാ ഉപദേശകൻ? രമൺ ശ്രീവാസ്തവ. അപ്പോ ബാലൻ പറഞ്ഞത് എന്താ? UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്താണ് കൈകാര്യം ചെയ്യാൻ. നിങ്ങളിപ്പോ അധികാരത്തിൽ വന്നപ്പോഴോ ആരാ കൈകാര്യം ചെയ്തത്? വത്സൻ തില്ലങ്കേരി RSS, ലോക്നാഥ് ബെഹ്റ ഗുജറാത്തുകാരൻ, മോഡിയെ സഹായിച്ചയാള്, അമിത്ഷായെ സഹായിച്ച ആള്. ഈ രമൺ ശ്രീവാസ്തവ സിറാജുന്നീസയെ വെടിവെച്ചിട്ടയാള്. പിന്നെ അത് അൻവർ പറഞ്ഞു. അൻവർ എന്താ പറഞ്ഞത്? കേരള പോലീസിൽ RSSന്റെ ഗ്യാങ് ഉണ്ട്. അതേ വർത്താനാണ് ആരും പറഞ്ഞത്. വയനാട്ടിലെ സ്ഥാനാർത്ഥിയായി തോറ്റ അരിവാളുകാരി ആനി രാജ, കേരള പോലീസിൽ RSS ഗ്യാങ് ആണ് സ്വാധീനം. ആർക്കാ കേരള പോലീസിന്റെ ചുമതല? പിണറായിക്ക്. ഏതാ പാർട്ടി? CPM. നിങ്ങൾ അധികാരത്തിൽ വന്നപ്പോ ഏത് ഗ്യാങ്? RSS ഗ്യാങ്. നിങ്ങൾ അധികാരത്തിൽ വന്നാൽ ആരാ കേരളം ഭരിക്കുക? RSS. ധൈര്യമായി പറഞ്ഞൂടെ? കേരളത്തിൽ പൂരം കലക്കിയാണ് തൃശ്ശൂരിൽ ജയിച്ചത്. ആരാ പറഞ്ഞത്? ചെന്നിത്തലല്ല, എന്റെ കുഞ്ഞാപ്പല്ല. അരിവാളിൽ തോറ്റ സാക്ഷാൽ സഖാവ് സുനിൽ കുമാർ. മൂപ്പരെ പാർട്ടി ഏത്? CPI. ഏത് CPI? CPMന്റെ കൂടെ കിടക്കുന്ന, CPMന്റെ രാപ്പനി അറിയുന്ന CPI. ആനി രാജയെ പുറത്താക്കിയില്ല, അൻവറിനെ പുറത്താക്കി. രണ്ടാളും പറഞ്ഞത് ഒന്നാണ്. മുമ്പ് സ്കൂളിൽ PTA മീറ്റിങ്ങിന് വന്നൊരു സ്ത്രീ ഹെഡ്മാഷോടായി പറഞ്ഞു, മാഷേ കണക്കിൽ എൻ്റെ കുട്ടി മഹാമോശാണ്. കാരണം കണക്ക് മാഷ് കണക്കിൻ്റെ പീരീഡ് ഉറങ്ങിത്തൂങ്ങുക എന്നുള്ള പരാതി കുട്ടികൾ മൊത്തം പറയുന്നുണ്ട്. ശരിയാണോ എന്ന് നോക്കാൻ പിയൂണിനെ പറഞ്ഞയച്ചു. പോയി നോക്കിയപ്പോൾ കണക്ക് മാഷ് ഉറങ്ങുന്നതാണ്. കണക്ക് മാഷ് വിളിച്ചുണർത്തുന്നത് അദബ് കേടാണെന്ന് മനസ്സിലാക്കി പിയൂൺ അവിടെ നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കാല് കടഞ്ഞപ്പോൾ അവിടെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഓനും ഉറങ്ങി പിയൂൺ. രണ്ടാളെയും കാണാതായപ്പോൾ ഹെഡ്മാഷ് എന്നെ തെരഞ്ഞു പോയി. രണ്ടും നന്നായി ഉറങ്ങാൻ. എന്താ ചെയ്യേണ്ടത്? ഒരു ഹെഡ്മാഷ് തുല്യമായ ശിക്ഷ കൊടുക്കണം. രണ്ടാളും കൃത്യവിലോപം നടത്തി, ഡ്യൂട്ടിക്ക് തടസ്സം ചെയ്തു, അല്ലേ? ഉത്തരവാദിത്വം നിർവഹിച്ചില്ല. പക്ഷെ എന്താ ഉണ്ടായത്? കണക്ക് മാഷെ തൊട്ടില്ല, പിയൂണിനെ പുറത്താക്കി. ഈ അൻവറിനെ മാത്രം പുറത്താക്കി, ആനി രാജയെ തൊട്ടില്ല. കണക്ക് മാഷെ പുറത്താക്കാതായപ്പോ പിയൂൺ ചോദിച്ചു, തന്നെ മാത്രം പുറത്താക്കണ്? കാരണം കാണിക്കൽ നോട്ടീസ് അവൻ ആവശ്യപ്പെട്ടപ്പോൾ ആ നോട്ടീസിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: സ്ഥിരമായി ഉറങ്ങുന്ന കണക്ക് മാഷ്ക്ക് ശല്യമാകുന്ന രീതിയിൽ പിയൂണ് കൂർക്കം വലിച്ചു എന്നാ കാരണം പറഞ്ഞത്. നമ്മൾ ആലോചിക്കണം, ആ RSS ആണ് ഇവിടെ ഇത് കൈകാര്യം ചെയ്യുന്നത്. ഒരു ബാലൻ പറഞ്ഞു, ജമാഅത്താണ് ഇവിടെ അധികാരം കൈയാളുക. നിങ്ങളറിയണം, പറഞ്ഞ് ഈ ബാലൻ ജമാഅത്ത് പറഞ്ഞിട്ട് ഒരു ദിവസം പറയാണ്, ഇപ്പൊ കണ്ടില്ലേ കേരളം ഒന്നാകത. ഇവിടെ ഈ നാട്ടിൽ നിന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അതാ ജമാഅത്തേറ്റ് പോണ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന സംഘടനയുടെ പേരിൽ കേരള മുസ്ലിം ജമാഅത്താ. അത് ഈ പോയത്തക്കാരനറിയോ? ഇയാളെ വിചാരം എല്ലാ ജമാഅത്തും ഇതിലാന്നാ. ഈ കണക്കിന് ഈ ബാലന്റെയും സഖാക്കളെയും മുമ്പ് കൂടി ഒരു ഈശാന്റെ ജമാഅത്തിന് വരെ പോകാൻ പേടിയാ. കാരണം അതാ പോണേ ജമാഅത്തിന് അറിയും. ഇതെന്തു പാർട്ടിയാണ്? അനങ്ങിയ ജമാഅത്തെന്ന് കേട്ടപ്പോൾ തട്ടാന്റെ വളപ്പിൻ്റെ മുയലിനെ പോലെ ബാലനും മാർക്സിസ്റ്റ് പാർട്ടിയും ചാടുകയാണ്. അതാ ജമാഅത്ത്, ഇതാ ജമാഅത്ത്, അനങ്ങിയ ജമാഅത്ത്. കാസർഗോഡ് പള്ളികളുടെ മഹല്ലുകൾക്ക് പറയാ മഹല്ല് ജമാഅത്ത് എന്നാണ്. തബ്ലീഗ് ജമാഅത്ത് വേറെ ഉണ്ട്. അങ്ങനെ എന്തെല്ലാം ജമാഅത്തുണ്ട്. പെരുന്നാൾ ജുമയുണ്ട്. പെരുന്നാളിൻ്റെ ജമാഅത്തായി നിർവഹിക്കാറുണ്ട്. ഇതിലൊക്കെ ബാലന്റെ വിചാരം എല്ലാം ഒരുപോലെയാണ്. അത് പണ്ട് DO വന്നു 10A ക്ലാസ്സിൽ വന്ന് മക്കളോടായി പറഞ്ഞു, ഓൾ സ്റ്റാൻഡ് അപ്പ്, സിറ്റ് ഓൺ ദയർ. കുട്ടികളിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഞാനൊരു ചോദ്യം ചോദിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, രാമായണത്തിൽ വില്ലൊടിച്ചത് ആരാണ്? കുട്ടികൾ പറഞ്ഞു, ഞങ്ങളല്ല.
ലീഡറെ വിളിച്ചു ചോദിച്ചു, ആരാ ക്ലാസ് ലീഡർ, ആരാ മോനെ രാമായണത്തിൽ വില്ലൊടിച്ചത്? സാർ, ഞങ്ങൾ ആ വഴിക്ക് പോയിട്ടില്ല, അമ്മാതിരി ഒരു ഏർപ്പാട് ഞങ്ങൾ ചെയ്യൂല. കുഴഞ്ഞു ക്ഷീണിതനായ ഡിഒ ആ ക്ലാസ് അധ്യാപകനെ വിളിച്ചു. കുട്ടികൾ മഹാമോശ, ഒന്നും പഠിക്കുന്നില്ല. എന്താ സാർ? രാമായണത്തിൽ വില്ലൊടിച്ചത് ആരാന്നുള്ള ചോദ്യത്തിന് നിങ്ങളെ കുട്ടികൾ പറയാ, ദൈവത്തെ തന്നെ സത്യം, ഞങ്ങൾ ആ വഴിക്ക് പോയിട്ടില്ല എന്നാണ്. ഉടനെ ഈ മാഷ് പറഞ്ഞു, നിങ്ങൾ അവരത്ര വിശ്വസിക്കണ്ട സാറേ, ചൂരലെടുത്ത് നന്നായി പടച്ചാൽ അവർ സത്യം പറയും. അവരാണ് ഈ സ്കൂളിലെ ടാപ്പ് പൊട്ടിച്ചവർ, അവരാണ് ഇവിടുത്തെ ജനൽ ചില്ല് തകർത്തവർ, അവരൊരുപാട് ദുൽമ് നടത്തിയിട്ടുണ്ട് ഈ സ്കൂളിൽ, പച്ചക്കറി മുഴുവൻ നശിപ്പിച്ചത് അവരാ. അപ്പോൾ ആ ചെയ്തവൻ അതിൻ്റെ അകത്തന്നെ ഇരിക്കുന്നുണ്ടാവും. നിങ്ങൾ ഒന്നും കൂടി ചോദിച്ചു നോക്കി. ആര്? മാഷ്. ഇത് കണ്ടപ്പോൾ ഒന്നും കൂടി തളർന്നു. ആര്? ഡിഒ. ആരെ സ്കൂളാ ഇത്? മാനേജറെ വിളിക്കാൻ പറഞ്ഞു. മാനേജറെ വിളിച്ചു വരുത്തി. മാനേജർ വന്ന് കാർ ഇറങ്ങി. എന്താ സാർ പ്രശ്നം? മഹാമോശം നിങ്ങളെ സ്ഥാപനം, കുട്ടികളും മോശം, അതിനേക്കാൾ മോശം നിങ്ങളെ മാഷുമാർ. എന്താ സാർ? രാമായണത്തിൽ വില്ലൊടിച്ചത് ആരാ? കുട്ടികൾ പറഞ്ഞു, ദൈവത്തെ തന്നെ സത്യം, ഞങ്ങളല്ല. പിന്നെന്താ പ്രശ്നം? മാഷുമാർ പറയാണ്, അമ്മാതിരി വിഷയം ഇവിടെ ഒരുപാട് നടന്നിട്ടുണ്ട്, അവരങ്ങനെ ഇരിക്കുന്നത് നോക്കണ്ട, നന്നായി പഠിച്ചാൽ അവർ സത്യം പറയും, അവരത്ര മോശക്കാരൊന്നല്ല എന്നാ. ഉടനെ മാനേജർ ഉച്ചക്കഞ്ഞി ഉണ്ടാക്കുന്ന റൂമിലേക്ക് കൊണ്ടുപോയിട്ട് ഡിഒനോട് പറഞ്ഞു, അതൊരു പ്രശ്നമാക്കണ്ട സാർ, ആ വില്ലിന് എത്ര വർണ്ണിച്ചാൽ നമുക്ക് PTA ഫണ്ടിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമല്ലുള്ളൂ. അപ്പം ഇതാണ് ബാലനും ജമായത്തും. നിങ്ങൾ അറിയണം, അവർക്ക് ഇതുമായി യാതൊരു ബന്ധമില്ല. അവരിപ്പോൾ ആ പഴയ കോലത്തിലൊന്നല്ല. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ CPM-നെ ഞാൻ കണ്ടത് തൊഴിലാളി ഐക്യം സിന്ദാബാദ് അങ്ങനെയുള്ള ഒരു പാർട്ടിയായിരുന്നു. ഇന്ന് മുതലാളി ഐക്യം സിന്ദാബാദ്. മുതലാളിമാരേറ്റ ജീവിതം, മുതലാളിമാരേറ്റ ജീവിതം. അതുകൊണ്ടാണ് ചോറ് കഴിക്കുന്നിടത്ത് ബത്തളാണ് അയില്ലേന്ന് പറഞ്ഞപ്പോൾ തെറ്റിപ്പോണത്. വെറുതെ ഒന്നല്ല, അയക്കുറല്ലാതെ പറ്റൂല. നോക്കണങ്ങൾ, നെയ്മീനില്ലായിട്ട് പിണറായി മിഞ്ഞാന്ന് തെറ്റിന്ന് കേട്ടപ്പോൾ ഞാനന്ന് ഉറങ്ങിയിട്ടില്ല. ഇതേതാ പാർട്ടി? പരിപ്പ് വടിയും കട്ടൻ ചായയായിരുന്നു നിങ്ങൾ അടയാളം. എന്നോട് നിങ്ങൾ നെയ്മീനും കരിമീനും ആയത്? ഇതെന്ത് പാർട്ടിയാണ് ഇത്? തൊഴിലാളി വർഗത്തിൻ്റെ ലൈനാണോ? ഒരു മുഖ്യമന്ത്രി, ഒരു തലവൻ, സാധാരണക്കാരൻ്റെ, അയാൾ വളർന്ന റൂട്ട് എന്താണ്? തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടി ഇങ്ങനെ ആകാൻ പാടുണ്ടോ? അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നിലം പരിശായത്. ജനങ്ങൾ നിങ്ങളെ വെറുത്തു, ജനങ്ങൾ നിങ്ങളെ വെറുത്തു. എന്നിട്ട് ഇപ്പതാ ഇറങ്ങിക്കുക വീട് വീടാന്തരം. എന്താ? ജനസമ്പർക്ക പരിപാടി. പ്ലേറ്റ് കഴുകുകയാണ്. പ്ലേറ്റ് കഴുകുമ്പോൾ വരതിലേണ്ടാ തോന്നുക, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തോറ്റത് ഇങ്ങനെ വരതായിട്ടാ തോന്നിപ്പോ. അമ്മാതിരി നന്നായി കഴുകി കൊടുക്കുകയാണ്. ആര്? MA ബേബിയൊക്കെ പ്ലേറ്റ് കഴുകുന്ന കണ്ടപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പറയാം, നനച്ചുള്ളിയുടെ ടൈമാണ്, അയാളെ നമ്പർ ഒന്ന് കിട്ടുമെന്നാണ് ചോദിക്കുന്നത്. ഇത് ഷാബാമാസല്ലേ? CPM കഴുകേണ്ടത് നിങ്ങളെ മനസ്സാണ്. നിങ്ങൾ പ്ലേറ്റല്ല കഴുകേണ്ടത്. TP ചന്ദ്രശേഖരൻ്റെ പെരയെ പോയിട്ട് പ്ലേറ്റ് കഴുകിയ ആ അമ്മ ഓർക്കുക. പിണറായിയുടെ കുടുംബം മുടിഞ്ഞു പോട്ടെ എന്നാണ് കമ്മ്യൂണിസ്റ്റുകാരിയായ ആ സ്ത്രീ പറയുന്നത്. ഇപ്പൊ കണ്ടോ, നിങ്ങൾ എല്ലാറ്റിലും കയറി വഖഫ് കുളമാക്കി, ശബരിമല കുളമാക്കി, ആ 740 കോടി വയനാട് ഫണ്ട് കുളമാക്കി, ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ ക്ഷേമനിധി 553 കോടി കുളമാക്കി, ദുരിതാശ്വാസ ഫണ്ട് കുളമാക്കി. ഇനിയൊരു ദുരിതം കേരളത്തിൽ വരരുത് എന്നാണ് നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത്. ഇനിയൊരു നിപ്പ, ഇനിയൊരു കൊറോണ, ഇനിയൊരു ഉരുൾപൊട്ടൽ പടച്ചോനെ വരരുത് എന്നാ. പക്ഷെ പിണറായി വിജയൻ പ്രാർത്ഥിക്കുകയാണ് വരണേന്നാ. എന്താ കാരണം? വന്നാൽ ദുരിതാശ്വാസ ഫണ്ട് ഉണ്ടാക്കാം. ദുരിതാശ്വാസ ഫണ്ട് ഉണ്ടാക്കിയാലോ ദുരിതം ജനങ്ങൾക്കും ആശ്വാസം ഈ ചങ്ങായിക്കുക. ഭയങ്കര വാരല, ഭയങ്കര വാരല, വാരി വാരി വാരി. ഇപ്പം ഒരു ഞാൻ അറിയുന്നൊരു കള്ളനുണ്ടായിരുന്നു. ആ കള്ളൻ പള്ളിക്കൊക്കെ വെക്കും, ഉസ്താദിൻ്റെ പേഴ്സ് വെക്കും, അതേപോലെ മുഅദ്ദിൻ്റെ പേഴ്സ് വെക്കും, മദ്രസയിലെ കുട്ടികൾ അത് കക്കും. ഇതൊക്കെ കട്ടപ്പോൾ ഓൻ്റെ ഉമ്മാൻ്റെ അടുത്ത് ഒന്നും പരാതിയായി. ഉമ്മ പറഞ്ഞു, എൻ്റെ കുട്ടി അതിനൊന്നും പോകില്ലായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു ഉമ്മാൻ്റെ അരഞ്ഞാൾ കാണാനില്ല എന്ന പോലെയല്ലേ ഇപ്പോൾ ആ മേപ്പ ഇവിടെ ഉണ്ടായത്. നമ്മുടെ കാസർഗോഡ് രക്തസാക്ഷി ഫണ്ട് കാണാതായി. രക്തസാക്ഷി ഫണ്ട് കാണാതായപ്പോൾ ഏഷ്യാനെറ്റ് ചാനലുകാർ MV രാഘവൻ്റെ പഴയൊരു പ്രസംഗം ഇട്ടു. എന്താ പറഞ്ഞത്? ഞങ്ങളെ പാർട്ടി സാധാരണ ചെയ്യൽ 30 കോടി പീക്കും, അതിൽ 15 കോടി സ്വാഹ. അതാ പരിപാടി. അപ്പം നിങ്ങൾ ഇപ്പം KT ജലീലൊക്കെ ഞങ്ങളെ കണക്കെടുക്കാൻ നടക്കുകയായിരുന്നു. എന്നിട്ട് വരുമ്പോൾ പറയുന്നത് എന്താ? ഞങ്ങളോട് പറയും. എന്താ
ഇവർക്ക് എന്തും ആവാം, ആരെയും പറയാം, ആരെ കുറിച്ച് എന്തും പറയാം. ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറയാം, കുഞ്ഞാലിക്കുട്ടിയെ കുറിച്ച് പറയാം, ഇവർക്ക് ആരെ കുറിച്ചും പറയാം. പക്ഷെ അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ മോശമായ രീതിയിലുള്ള പരാമർശങ്ങൾ നിങ്ങളെ കൂട്ടത്തിൽ ആർക്കെങ്കിലും വന്നാലോ ഇല്ല. എന്തൊരു ന്യായീകരണമാണ്, എന്തൊരു ന്യായീകരണമാണ് നമ്മുടെ നാട്ടിൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാറ്റിനും ന്യായീകരണമാണ്. ഇപ്പോൾ സമ്മേളനത്തിൽ ആളില്ല, സമ്മേളനത്തിൽ ആളില്ല, ആള് കസേര ഒഴിഞ്ഞെടുക്കുകയാണ്. ഗോവിന്ദൻ മാഷ് വരികയാണ്, കസേര എന്താ കാലിയായി കിടക്കണ്. അപ്പോൾ പറയുന്നത് എന്താ അറിയാം, അത് കസേരയുടെ എണ്ണം കൂടിയതാണ്, അല്ലാണ്ട് ആള് കുറഞ്ഞതല്ല. അപ്പോൾ എന്താണ് ആശുപത്രിയിൽ ഗുളികയില്ലാത്തത്? അപ്പോൾ പറയുന്നത് ഗുളിക പറഞ്ഞതുകൊണ്ടെന്നല്ല, രോഗിയുടെ എണ്ണം കൂടിയതുകൊണ്ടാണ്. നോക്കണം, വല്ലാത്ത എല്ലാറ്റിനും ന്യായീകരണമാണ്, എല്ലാറ്റിനും ന്യായീകരണം. ഇപ്പം നാളെ ഷാഫി പറമ്പിലിൻ്റെ മൂക്കിൻ്റെ പാലം പൊട്ടി. എന്താ ന്യായീകരിച്ചത്? അത് കോൺഗ്രസ്സുകാരൻ എന്തോ ഒന്ന് എറിഞ്ഞു പൊട്ടിച്ചതാണ്. ഷാഫി പറമ്പിലിൻ്റെ മൂക്കിൻ്റെ പാലം തകരാൻ കാരണം KSUക്കാർ. ഞാൻ അങ്ങനെ ആലോചിച്ച്, ഈ ഷാഫിയുടെ മൂക്കിൻ്റെ പാലം തകരാൻ കാരണം ആ പാലം ഇബ്രാഹിം കുഞ്ഞിൻ്റെ കാലത്ത് നിർമ്മിച്ചതാണെന്ന് ഏറ്റവും പറയുമെന്ന് വിചാരിച്ച് പേടിച്ചിരിക്കുകയായിരുന്നു. അങ്ങനത്തെ ഒരു പാർട്ടി, എല്ലാറ്റിനും ന്യായീകരണം. ഇപ്പം കണ്ട, ഇപ്പം ഈ പോറ്റി എന്ന് പറയുന്ന മനുഷ്യൻ കയറി ശബരിമല കൊളാക്കി. അപ്പോൾ പറഞ്ഞ് പോറ്റിയെ ആദ്യം കയറ്റിയത് സോണിയാഗാന്ധിയുടെ പേരല്ല, ഇതിനേക്കാളും നല്ലത് പോറ്റിനെ പെറ്റത് ഇന്ദിരാഗാന്ധി ആശുപത്രിയിലാന്ന് പറഞ്ഞൂടെ? അതല്ലേ നല്ലത്? ഇതെന്തു പാർട്ടിയാണ്? എല്ലാറ്റിനും ന്യായീകരിക്കുക, എല്ലാറ്റിനും ന്യായീകരിക്കുക. നമ്മൾ ഒന്നിച്ചു നിൽക്കണം. ഈ ന്യൂനപക്ഷം മാത്രമല്ല, എല്ലാ ജനങ്ങളും തയ്യാറാ. CPMകാർ റെഡിയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ പല സഖാക്കളും, ഏത് സഖാക്കൾ? ചെഗുവേരയുടെ ചിത്രം ആസനത്തിൽ വരെ പച്ച കുത്തിയ മുത്തലക്കായ സഖാക്കൾ അരിവാളിനെതിരെ വോട്ട് ചെയ്ത തെരഞ്ഞെടുപ്പാണ്. അതാണ് പെരിന്തൽമണ്ണക്കപ്പുറം. പെരിന്തൽമണ്ണയെ തന്നെ നമ്മുടെ EMSന്റെ നാട്, കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് ഇതാ ഈ പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ ഏലംകുളം പഞ്ചായത്ത് പ്രസിഡന്റാണ്. അവിടുത്തെ മുനിസിപ്പാലിറ്റി നമ്മൾ പിടിച്ചെടുത്തു. എത്ര പഞ്ചായത്തുകൾ, ജമ്മത്തിൽ കിട്ടാത്ത പല പഞ്ചായത്തും. ഇവരെ മനസ്സിലാക്കണം നിങ്ങൾ. ഇവർ ഇത്രയും കാലം ഭരിച്ചിരുന്ന കോർപ്പറേഷൻ BJP പിടിച്ചപ്പോൾ അവിടെ ഹാലിളകിയില്ല. എന്നാൽ ഇവർ ഇത്രയും കാലം ഭരിച്ചിരുന്ന കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് നമ്മൾ പിടിച്ചപ്പോൾ വാളെടുത്തു. പാർട്ടിയുടെ പോക്ക് നോക്കണം. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, താന്തോന്നികളെ പോലെ പെരുമാറുകയാണ്, തോന്നിയ പോലെയുള്ള അവസ്ഥയാണ്. നാടിൻ്റെ നന്മകളെ മുച്ചൂട് നശിപ്പിക്കുക. അതുകൊണ്ട് പാർട്ടിയുടെ ജാഥക്കാളില്ല, മറ്റുള്ളതിനൊന്നും ആളില്ല. എന്നിട്ട് ഇപ്പം ചെയ്ത പണി എന്താ അറിയാണ്? പിണറായി വിജയൻ്റെ നാട്ടിൽ ബംഗാളി ചെക്കന്മാരെ മീറ്റിംഗ് വിളിച്ചു ചേർത്തിട്ട് ഐറ്റങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇൻകുലാബ് സിന്ദാബാദ്. അപ്പോൾ ഐറ്റങ്ങൾ ഇൻകുലാബ് സിന്ദാബാദ്, LDF സിന്ദാബാദ്, ഒരു NDF സിന്ദാബാദ് എന്നൊക്കെ പറഞ്ഞ്. കാരണം അവരിവിടെ പണിക്ക് വന്നതാണ്. ഐറ്റങ്ങളെ ജാഥയെ കൊണ്ടാകാൻ നോക്കി. പഠിപ്പിച്ചു കൊടുക്കുന്ന വീഡിയോയും വന്നു, ജാഥയിൽ അവർ പങ്കെടുത്തതും വന്നു. ഇപ്പം എന്താ പറയുക, ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ ആസാമികളുണ്ട് അത്ര, അതിൽ ഗുജറാത്തികളുണ്ട്, ബംഗാളികൾ വന്നിട്ടില്ല എന്നാണ് കേട്ടത്. ബംഗാളികൾ എങ്ങനെ വരിക? കാരണം അവരെ നാട്ടിൽ ഐറ്റങ്ങളെ മുഴുവൻ തടി സലാമത്താക്കിയത് ആ ചെങ്കൊടി കണ്ടിരുങ്ങണ്ട പറഞ്ഞയച്ച് 10-45 കൊല്ലം ഭരിച്ചിട്ട് വട്ട പൂജയാക്കി. അവിടെ ഒന്നും കൊടുത്തില്ല. ആ ബംഗാളിനോട് മീറ്റിങ്ങിന് വരാൻ പറഞ്ഞു. ബംഗാളി മീറ്റിങ്ങിന് വന്നപ്പോൾ LP സ്കൂളിൽ ചുവന്ന കൊടി. അപ്പോൾ ഈ ബംഗാളി പറയാം, ദേക്കോ ഭായ് ലാൽ ഹേ, അണ്ടൊക്കെ ചുവന്ന കൊടിയാണ്, അങ്ങണ്ടാണ് ഈ പോണത്. കാരണം ആരെങ്കിലും പള്ളിപ്പറമ്പെന്ന് പേടിച്ചവനോടെ ഖബറിനെ പറ്റിയൊരു ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആരോടെ വരിക? ആരാ വരിക? അവിടുന്ന് ബംഗാളിൽ നിന്ന് പേടിച്ചിട്ട് ഇങ്ങോട്ട് തടി സലാമത്താക്കിയതാണ് ഐറ്റങ്ങൾ. ആ മക്കളെയാണ് ജാഥക്ക് വിളിക്കുന്നത്. കണ്ട, തമിഴന്മാർ, അതുപോലെ ഗുജറാത്തികളെ, ആസാമികളെയും വിളിച്ചിട്ട് പാർട്ടിയുടെ പരിപാടി നടത്തേണ്ടുന്ന കോലത്തിലേക്ക് പാർട്ടി പോയി. അതാണ് മണ്ണാർക്കാട് നഗരസഭയിൽ LDFന്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 1 വോട്ടാണ്. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇവർ പറഞ്ഞിരുന്നത് എന്തായിരുന്നു? വീട് വീടാന്തരം വല്യമ്മ 2 എണ്ണങ്ങൾ എടുത്തോളി, 1 നമുക്ക് എന്നാളിൽ. ആ 1ന്റെ പൂതി അവിടെ തീർത്തു. ഒറ്റ വോട്ടോ എനിക്ക്, വേറൊരു വോട്ടോ എനിക്ക് കൊടുത്തില്ല. ഫിറോസ് ഖാൻ സ്ഥാനാർത്ഥിയുടെ പേര്. ഞാൻ അവിടെ ചെന്ന് പ്രസംഗിച്ചു നഗരസഭയിൽ മണ്ണാർക്കാട്. അപ്പം അവർ പറഞ്ഞത് ഓൻ്റെതും അല്ല, അത് ഓൻ്റെ ഒപ്പം നടക്കുന്ന അനീഫാൻ്റെ അത്ര. അപ്പം എന്താ, പാർട്ടി സഖാക്കൾ മുഴുവൻ താമരക്ക് വോട്ട് ചെയ്യാൻ ശീലമായി കഴിഞ്ഞു.
ഒരൊറ്റ പിണറായിയെ കാക്കാൻ. പട്ടാമ്പി നഗരസഭയിൽ UDF ജയിച്ചത് 12ാം വാർഡിൽ. അവിടെ 2ാം സ്ഥാനത്ത് SDPI. CPM-ന്റെ വോട്ട് എത്ര അറിയോ? 0 വട്ട 0. നമ്മൾ ഒന്നിച്ച് നിൽക്കണം. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മറക്കണം. നമ്മളെ തല പോവുകയാണ്. JCB വരികയാണ്, അറിയണം. പേര് നീക്കം ചെയ്യാണ്. നിലനിൽപ്പിന്റെ വിഷയമാണ്. ഇപ്പൊ അഭിപ്രായ വ്യത്യാസമായിട്ട് നടക്കേണ്ട സമയമല്ല. തൂക്കാൻ കൊണ്ടുപോവുകയാണ്. അങ്ങനെ പണ്ട് 100 ആളെ തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോയി ഒരു ബസ്സിൽ. ആ ബസ്സിലപ്പോൾ പൊരിഞ്ഞ അടി. എന്തിനാ അറിയോ? സൈഡിലെ സീറ്റിലിരിക്കാൻ. പിന്നെന്ത് സൈഡാ ചങ്ങായിമാരെ? ഇത് അവസാനത്തെ കൊണ്ടുപോകലാണ്. നമ്മളെല്ലാം മറക്കേണ്ട സമയമാണ്. നമ്മളെല്ലാം പൊറുക്കേണ്ട സമയമാണ്. കാരണം നമ്മൾ ഇതുവരെയായി നേടിയെടുത്ത പലതും ഇല്ലാതാക്കി. ന്യൂനപക്ഷങ്ങൾക്ക് കിട്ടിയിരുന്നു. മഞ്ഞളാംകുഴി അലിയായിരുന്നു പെരിന്തൽമണ്ണയിൽ. മഞ്ഞളാംകുഴി അലി സാഹിബ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നപ്പോൾ ഇന്ത്യയിലെ നമ്പർ 1 മൈനോറിറ്റി മിനിസ്റ്റർ ആരായിരുന്നു? മഞ്ഞളാംകുഴി അലി. സ്ത്രീകൾക്ക് കിട്ടിയിരുന്നു. വിധവകളായ പെണ്ണുങ്ങൾക്ക് 2.5 ലക്ഷം വീടിന് ആ സമ്പത്ത് നഷ്ടപ്പെട്ടു, അറിയണം. സ്കോളർഷിപ്പ്. നജീബ് കാന്തപുരം ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് കാന്തപുരത്ത് വെച്ച് അഭിമാനത്തോടു കൂടി പറയാം, കേരളത്തിൽ MLA-മാർക്കിടയിൽ ജാതി മത കക്ഷി ഭേദമന്യ മുസ്ലിം ലീഗിന്റെ ഒരു എളിയ ഖാദിം എന്ന നിലയിൽ ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ പറയാണ്, പ്രത്യേകം എടുത്തു പറയേണ്ടുന്ന ഒരു MLA-ആണ് പ്രിയപ്പെട്ട നജീബ് കാന്തപുരം എന്ന് കാന്തപുരത്ത് വച്ച് പറയുമ്പോൾ എനിക്ക് ഏറെ അഭിമാനമുണ്ട്. കാരണം അദ്ദേഹം അവിടെ വിദ്യാഭ്യാസ രംഗത്ത് ചെയ്യുന്ന സേവനങ്ങൾ മഹത്തരാണ്. ഞങ്ങളിപ്പോൾ ദുബൈയിൽ വെച്ച് ഒന്നിച്ച് കണ്ടപ്പോൾ കാസർഗോഡ് ജില്ലയുടെ പരിപാടിയായിരുന്നു. അവരൊക്കെ വാചാലമായി പറയാണ്, വെറും റോഡ്, തോട്, പാലം, കടവ്, പെൻഷൻ അതിൽ മാത്രം ശ്രദ്ധിക്കാതെ അവിടെയുള്ള ജനങ്ങളെ, അവിടുത്തെ ഹൈന്ദവരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാം പറയാണ്, ജനപ്രതിനിധികൾ ഇങ്ങനെ ആവണം. അങ്ങനെ പറയാൻ കാരണം എന്താ? ലീഗിന്റെ നയം അങ്ങനെയാണ്, ലീഗിന്റെ നിലപാട് അങ്ങനെയാണ്. അങ്ങനെ മനോഹരമായി ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഒരു പാർട്ടി, ആ പാർട്ടിയെക്കുറിച്ച് അപകടകരമായ പ്രസ്താവന നടത്തി ജാതി മുദ്ര കുത്തുന്നത് എന്തടിസ്ഥാനത്തിലാണ്? നിങ്ങൾ ചെയ്തത് എന്താ? ന്യൂനപക്ഷത്തിന് പഠിക്കാനുള്ള സ്കോളർഷിപ്പ് മുഴുവൻ നഷ്ടപ്പെടുത്തി. നജീബ് കാന്തപുരം ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നല്ല വാങ്ങുന്നത്. വാങ്ങുന്നത് മുഴുവൻ KMCC-ക്കാർ, ഉദാരമനസ്കർ. ഈയിടക്കടുത്തൊരു സഹോദരൻ പറഞ്ഞു, ഞങ്ങൾ ലീഗിൽ ചേരുകയാണ്. എന്താ കാരണം? ഒരൊറ്റ MLA-യുടെ ശൈലി കണ്ടിട്ട്. നിങ്ങൾ അറിയണം, ആളുകളെ മതിപ്പോടുകൂടി കാണുകയാണ്. എന്താ? ന്യൂനപക്ഷത്തിന് അർഹമായത് കൊടുത്തില്ല. ഫണ്ടില്ലായിട്ടല്ല, കേന്ദ്രത്തിന് സമയത്തിന് കണക്ക് കൊടുക്കാത്ത കാരണം. കഴിഞ്ഞ ദിവസത്തെ സുപ്രഭാതം പത്രം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ കോഴിക്കോട്ടെ മറ്റൊരു പരിപാടി, നമ്മുടെ സർവീസസ് പെൻഷനേഴ്സ് ലീഗിൻ്റെ പരിപാടിക്ക് വേണ്ടി നേരത്തെ പുറപ്പെട്ടുകൊണ്ട് ഞാൻ അവിടെ വായിക്കാൻ വിട്ടുപോയി. ആ പത്രം ഒന്ന് വായിക്കണം. എന്താണ് അതിൽ കാണുന്നത്? ന്യൂനപക്ഷ മന്ത്രിയായ അബ്ദുറഹിമാന് മിണ്ടാട്ടമില്ലാന്ന് 1ാം പേജിൽ എഴുതിയിരിക്കുക. എന്താ കാരണം? ഇതൊക്കെ നഷ്ടപ്പെടുത്തുകയാണ്. ഇപ്പൊ അബ്ദുറഹിമാനെ കാവൽ നിർത്തിയിരിക്കുകയാണ്. PK ഫിറോസിനെ താനൂരിൽ തോൽപ്പിച്ചിട്ട് അബ്ദുറഹിമാനെ കാവൽ നിർത്തിയത് ഇപ്പോൾ തമിഴനെ ഗോൾ കീപ്പറാക്കിയ അനുഭവത്തിലാണ്. തമിഴനെ ഗോൾ കീപ്പറാക്കി. എങ്ങനെ? ഫുട്ബോൾ കളി ഇറക്കുമ്പോൾ ഗോൾ കീപ്പർ തലകറങ്ങി വീണപ്പോൾ ടീം മാനേജർ പറഞ്ഞു കളിയൊന്ന് നിർത്തിവെക്കാൻ. ഗ്യാലറിയിൽ വന്ന് ചോദിച്ചു ഒരാളോട്, ഗോൾ കീപ്പറാകാൻ പറ്റുമോ? അയാൾ പറഞ്ഞു, ഞാൻ കാണാൻ വന്നതാണ്, കളിക്കാൻ വന്നതല്ല. ടൂർണമെന്റ് കമ്മിറ്റിയോട് പറഞ്ഞു, ടീം മാനേജർ കളിയൊന്ന് നിർത്തിവെക്കണം, ഞാനൊരു ഗോൾ കീപ്പറെ തിരഞ്ഞു വരട്ടെ. സൈക്കിൾ എടുത്ത് ഇങ്ങനെ കറങ്ങി നാട്ടിൽ അരമണിക്കൂറിനുള്ളിൽ ഒരു ഗോൾ കീപ്പറെ കൊണ്ടുവരാൻ പറഞ്ഞു. നടന്നു മടുത്തപ്പോൾ ഒരു മാർക്കറ്റിലൂടെ അങ്ങനെ വരുമ്പോഴാണ് തമിഴ്നാട് ലോറിയിൽ നിന്ന് ചേന ഇട്ട് കൊടുക്കുമ്പോൾ ചാടി പിടിക്കുന്ന ഒരു അണ്ണനെ കണ്ടത്. അയാളോട് ചോദിച്ചു, ഗോൾ കീപ്പർ ആവാൻ കഴിയുമോ? അയാൾ പറഞ്ഞു, ഇത് ഇറക്കി കഴിഞ്ഞിട്ട് പറയാൻ. ഒക്കെ ഇറക്കി കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇതുപോലെ ചെയ്യാം. കൊണ്ടുപോയി നിർത്തി. അങ്ങേ പോസ്റ്റിൽ നിന്ന് സ്റ്റോപ്പർ അടിച്ച ബോള് ചേന പൊങ്ങി വരുന്നത് പോലെ പൊങ്ങി വരുമ്പോൾ ഈ ഗോൾ കീപ്പർ ചാടി പിടിച്ചു. എന്നിട്ട് ഈ ലോറി കിട്ടുന്ന പോലെ പോസ്റ്റിൽ കണ്ടിട്ടത്. അതോടുകൂടി ആ കളി തന്നെ ബാത്തിലായി എന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. CPM-നെ കാവൽ നിർത്തി, അബ്ദുറഹിമാനെ കാവൽ നിർത്തിയത് ഈ അനുഭവത്തിലാണ്. നാടിൻ്റെ നന്മയെ മുച്ചൂട് നശിപ്പിക്കുകയാണ്. പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ ഈ നാട്ടിൽ എന്തെല്ലാം നന്മകളെ ഇല്ലാതാക്കി. കേരളത്തിലൊരു വ്യാപാര പ്രമുഖൻ പറഞ്ഞു,
ലോകോത്തര നിലവാരത്തിൽ ശ്രദ്ധേയനാണ്. അദ്ദേഹത്തിന് അവിടങ്ങളിലൊന്നും ഈ സ്ഥാപനം തുടങ്ങാൻ തടസ്സമുണ്ടായില്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർത്തതുകൊണ്ട് ഈ കേരളത്തിൽ സ്ഥാപനം തുടങ്ങാൻ പറ്റിയില്ല. നമ്മളിതൊക്കെ പച്ചക്ക് പറയും. CPM-നെ, പിണറായിയെ, എന്നാൽ ഇയാളെ പേര് പറയില്ല. ചില ആളുകൾ പേര് പറയില്ല, ചില ആളുകൾ പേടിച്ചിട്ട് പറയില്ല, ചില ആളുകൾ ബഹുമാനം കൊണ്ടും പറയില്ല. അങ്ങനെ ഉണ്ട്. ബഹുമാനം ഉണ്ടായാലും പേര് പറയില്ല. അതിൻ്റെ നാട്ടിലെ നഫീസ് താത്ത അത്തയ്യാത്ത ഓതിയ പോലെയാണ്. നഫീസ് താത്തൻ്റെ പുതിയാപ്പഴൻ്റെ പേര് ഇബ്രാഹിയാക്കാണ്. അപ്പോൾ ഇബ്രാഹിയാക്കാൻ്റെ മുമ്പിൽ വെച്ച് ഖുർആൻ ഓതുമ്പോൾ ഈ തള്ള ഇത് കാല ഇബ്രാഹിം എത്തുമ്പോൾ പതുക്കെ ഓതുക. കാരണം എന്താ, ഇബ്രാഹിയാക്ക അങ്ങനെ നോക്കുകയാണ്, വലിയ ബഹുമാനമാണ്. ഈ 34 അത്തഹിയാത്ത് ഓതാനിരുന്നപ്പോൾ ഇബ്രാഹിയാക്ക സ്റ്റൂളിട്ട് മുന്നിലിരുന്നു. ഇയാളെ മുഖത്ത് നോക്കി എങ്ങനെ ഓതും, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമിൻ്റെ വരുമ്പോൾ ഇയാളെ മുഖത്ത് ഇങ്ങനെ നോക്കുമ്പോൾ തള്ളക്കൊരു ചമ്മല. തള്ള എങ്ങനെയാണ് അത്ര ഓതിയത്, കമാ സ്വല്ലൈത അലാ കമാ സ്വല്ലൈത അലാ, ഞങ്ങളോടുത്ത ആള് വയല അലീൻ്റെ കുട്ടിയോളെ വാപ്പ. അങ്ങനെ അത്തഹിയാത്ത് അങ്ങനെ പൂർത്തീകരിച്ചു എന്നാണ്. ഏതുപോലെ ഇതുപോലെ പിണറായി വിജയൻ്റെ പേര് പറയാൻ പലർക്കും മടിയാണ്. മാപ്പിള സഖാക്കളും ഇതിലെല്ലാം നിസ്സംഗരാണ്. ഇങ്ങനെ ന്യൂനപക്ഷത്തെ എതിർക്കുമ്പോൾ, മുസ്ലിം സമുദായത്തെ എതിർക്കുമ്പോൾ, മലപ്പുറത്താണ് കോപ്പി അടിച്ച് പാസ്സാകൽ, മലപ്പുറത്ത് കുട്ടികളെ തട്ടം മാറ്റി എന്നുള്ളതാണ് ഞങ്ങളെ നേട്ടം. ഇതൊക്കെ പറയുമ്പോൾ മാപ്പിള സഖാക്കൾ വഫാത്തിൻ്റെ ഇദ്ദയിലാണ്. അവർ മിണ്ടുന്നില്ല, അവരനങ്ങുന്നില്ല. KT ജലീൽ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ആർക്കും പറ്റാത്തവരായി. CPM എവിടെ നിർത്താൻ, പെരിന്തൽമണ്ണയ്ക്ക് വരണുണ്ടെന്ന് കേട്ട് ഗുരുവായൂർക്ക് പോവാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു സുരക്ഷിത മണ്ഡലമില്ല. ഇപ്പോൾ ഹൗലും കരക്കല ചെരുപ്പ് പോലെയാണ്, ആർക്കും വേണ്ടതായി. ഹൗലും കരക്കല ചെരുപ്പ് പോലെയാണ്. KT ജലീൽ എവിടെയും മത്സരിക്കുന്നില്ല എന്നുള്ളൊരു കോലത്തിലായി. ഹൗലും കരക്കല ചെരുപ്പിൻ്റെ പ്രത്യേകത എന്താ, അത് കണ്ടറിഞ്ഞ ഒരാൾ കല്യാണത്തിന് ഇട്ട് പോകില്ല ആ ചെരുപ്പ്. അഥവാ ഇഷാറത്തില്ലാതെ ആരെങ്കിലും ഇട്ടുപോയാൽ ഉടൻ അത് ഇവിടെ കൊടുന്നിടും. പിന്നെ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ മൂന്തായം കട്ട് ചെയ്തതുകൊണ്ട് അവിടെ അല്ലാതെ പിന്നെ വേറെ എവിടെയും അത് ഉപയോഗിക്കാനും പറ്റൂല എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ഇവരൊക്കെയാണ് പിണറായിയുടെ പിന്നിൽ മൗമൂമിങ്ങൾ. പിണറായിയാണ് ഇമാം. പാണക്കാട്ട് തങ്ങൾ ഇപ്പുറത്ത് ഇമാമായി നിന്നിരുന്നപ്പോൾ ആ നിന്നിരുന്ന നിർത്തല്ല, ഇപ്പൊ അപ്പുറത്ത് ഇമാമ് മാറി. പിണറായി എന്തൊക്കെ ചെയ്യുന്നോ അതൊക്കെ ചെയ്യും. ശരീഅത്തിനെ ചിന്തുമ്പോൾ അങ്ങനെ പറയും. ഗാന്ധി ഇല്ലാത്ത സ്വർഗത്തേക്ക് ഞാനില്ല എന്ന് കുശുമ്പടിക്കുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കും. എന്താ കാര്യം, ഇമാമു മാറി. അങ്ങനെ ഉണ്ടായത്ര മുമ്പ് കുറേ ആളുകൾ ജമാഅത്ത് എന്താണെന്നറിയില്ല. അവർ പറഞ്ഞു, ഉസ്താദെ ഞങ്ങൾക്ക് ഈ ജമാഅത്തായുള്ള നിസ്കാരം പോരിശയുള്ളതാണ് അറിയുന്നു, ഞങ്ങൾക്കതൊന്ന് പഠിപ്പിച്ചു തരണം. ഉസ്താദ് പറഞ്ഞു, വുളു ചെയ്യുക, എൻ്റെ പിന്നിൽ നിൽക്കുക. എല്ലാവരും വരി വരിയായി നിന്നും ഇമാം തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി കൈകെട്ടി, ഇവരും കെട്ടി. ഇമാം റുക്കോയിൽ പോയി, ഇവരും പോയി. ഇമാം സുജൂദിൽ പോയി, ഇവരും പോയി. ഒരു റക്കായത്ത് കഴിഞ്ഞു മക്കളെ. പിന്നീടാണ് രണ്ടാമത്തെ റക്കായത്തിൽ ആദ്യത്തെ അത്തഹിയാത്തിനിരിക്കുമ്പോൾ ഈ ഇമാമിന് സാധാരണ ഉണ്ടാകാറുള്ള അപസ്മാരത്തിൻ്റെ ഇളക്കം തുടങ്ങിയത്. മൗമൂമിങ്ങൾ കരുതി ഫർളിൽപ്പെട്ടതാകാം. ഇളകി, എല്ലാവരും ഇളകി. അവിടെ നിന്ന് എഴുന്നേറ്റു ഇമാം, ഇവരും എഴുന്നേറ്റു. ഈ മുസാഫുകളൊക്കെ പിച്ച് ചീന്തി. ഒരുത്തൻ പറഞ്ഞു 13 പിച്ച് ചീന്തലായിരിക്കാം ചീന്തി. ഇമാം നിലത്ത് വീണു, ഇവരും വീണു. ഇമാം അങ്ങനെ ഉരുണ്ടുരുണ്ട് ഹൗദിൽ പോയി ചാടിയത്രേ. ഒരുത്തൻ പറഞ്ഞു 14 തർത്തീബാണ്, വഴിക്ക് വഴി. എല്ലാവരും വഴിക്ക് വഴിയായി ഉരുണ്ടുരുണ്ട് ഹൗദിൽ പോയി ചാടി എന്നാണ്. നിങ്ങൾ അറിയണം, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഈ നാടിൻ്റെ നന്മക്കൊപ്പമാണ്. എന്നാൽ ആ തിന്മക്കെതിരെ, ഈ ചതിയന്മാർക്കെതിരെ, ആ ചതിയന്മാർക്ക് ചിതയൊരുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ പരിശുദ്ധമായ വഖഫിനെയും സംശുദ്ധമായ ശബരിമല സന്നിധാനത്തെയും ഒക്കെ ഇല്ലാതാക്കി പോയ ഇവരെ ഒരു പാഠം പഠിപ്പിക്കാൻ നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ജനാധിപത്യ ചേരിക്ക് ശക്തി പകരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ജയ് മുസ്ലിം ലീഗ്. അസ്സലാമു അലൈക്കും.